Hello, good evening. Welcome to Financial Management Question Paper Discussion of Jan 2025. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു, ടെൻഷനൊക്കെ മാറി സ്വസ്ഥം സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമാധാനം കളയാൻ ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് Jan 25 എക്സാം കഴിഞ്ഞവർക്ക് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, അതല്ലാത്തവർക്ക് Jan 25 ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഒരു അവയർനെസ് കിട്ടാൻ, എക്സാം ഇപ്പോൾ കറൻ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സെഷൻ. അപ്പോൾ ഓവറോൾ എക്സലൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ക്വൈറ്റ് ഈസി. ഒരുപാട് എനിക്ക് ഫീഡ്ബാക്ക് വന്നു. നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സ് പോലെ തന്നെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻസ് വന്നത്. 90% ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സ് പോലെയായിരുന്നു. നമ്മൾ ചെയ്ത് പഠിച്ച അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ്, നല്ല ഈസി ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ഫീഡ്ബാക്ക് വന്നു. വളരെ സന്തോഷം. നമുക്ക് ഒരു നല്ല പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ. പിന്നെ 1-2 കുട്ടികൾ പറഞ്ഞു MCQ കുറച്ച് ടഫായിരുന്നു, പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റിൽ ഈസി ആയിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് MCQ ടഫായെന്ന്. ഞാൻ എടുത്ത് നോക്കി. ആക്ച്വലി നല്ല ഈസി ആയിരുന്നു MCQ എന്ന് തന്നെ വേണം പറയാൻ. ഇല്ലാത്തവർക്ക് ചിലപ്പോൾ വിഷമം വരാം. ടഫായിരുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നാം. ഞാൻ MCQ ഫുള്ളി സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം, എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതാണ് നമ്മുടെ ഒരു ഐഡിയ. ഓക്കെ, സോ നേരെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ MCQയിൽ വന്ന കേസ് സിനാരിയോ. Coral Limited is an agri-business company that operates in 2 segments, animal feeder and crop protection. Company's research and development department has been instrumental in its growth and success. Existing capital structure of Coral Limited തന്നിട്ടുണ്ട്. Equity shares 1 crore rupee, 10 lakh shares of 10 each ആണ്. 15% debentures, 30,000 debentures of 100 each, 30 lakh. ഇനി Coral Limited decides to expand its horizon in breeding high-yielding and disease-resistant seeds for increasing agriculture productivity. Company requires additional funds amounting to 100 lakh to finance its business expansion plan. Expected earnings before interest and tax after this additional investment will be 76 lakh. Applicable tax rate 30%. Company has 2 alternatives. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഈ കഥ പറഞ്ഞു വെക്കുക. ആദ്യത്തെ കേസ് സിനാരിയോ നമ്മൾ വായിക്കുമ്പോൾ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം ഇതാണ്. ആ കഥയിൽ അധികം ഫോക്കസ് ചെയ്യാൻ പോകരുത്. ജസ്റ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലോട്ട് ഫോക്കസ് ചെയ്യുക. അവർ എന്തോ അഗ്രികൾച്ചറൽ ഫീഡ്, കാറ്റിൽ ഫീഡോ മറ്റോ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സെക്ഷൻ 1 crore 30 lakhൻ്റെത്, അഡീഷണൽ ഫണ്ട് 100 lakh വേണം. ആ 100 lakh കൂടെ ഫണ്ട് കൊണ്ടുവന്നാൽ അവർക്ക് EB80 76 lakh ആവും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ കഥ വായിച്ച് ഡിസീസ് റെസിസ്റ്റൻറ്റ് സീഡ്സ് ഫോർ ഇൻക്രീസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കേസ് സിനാരിയോ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളതിലെ ഫിഗേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അഡീഷണൽ 100 lakh ഫണ്ട് വേണം. ആ എക്സ്പാൻഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് EB80 76 lakh ആയിട്ട് മാറും. 2 ഓപ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്, പ്ലാൻ 1, പ്ലാൻ 2. പ്ലാൻ 1 ഇക്വിറ്റി ഷെയർസ് 30%, ഡിബഞ്ചർ 13%, ഡിബഞ്ചർ 70%. പ്ലാൻ 2 ഇക്വിറ്റി 10%, ഡിബഞ്ചർ 50%, പ്രിഫറൻസ് ഷെയർ 40%. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. അഡീഷണൽ EBIT EPS അനാലിസിസ് നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അഡീഷണൽ ഫണ്ട് ഏത് സോഴ്സിൽ നിന്ന് റേസ് ചെയ്യണം, അത്രയേ ഉള്ളൂ സംഭവം. ഇനി യു ആർ ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ 1 to 5. വാട്ട് വുഡ് ബി ദ EPS ഓഫ് ദ കമ്പനി ഇൻ പ്ലാൻ 1 and 2? അപ്പോൾ 1 and 2 EPS എത്രയാണ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 1, ഓപ്ഷൻ 2. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? മൊത്തം ഫണ്ട് 100 lakh ആണ് വേണ്ടത്. അതിൽ ഇക്വിറ്റി ഓപ്ഷൻ 1 എത്രയാണ്? 30% ആണ്. അപ്പോൾ 30 lakhൻ്റെ ഇക്വിറ്റി ഷെയർസ്, 30 lakh rupeesൻ്റെ ഇക്വിറ്റി ഷെയർസ്. എത്ര ഷെയർസ് ഉണ്ടാവും? അവിടെ പറയുന്നത് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈസ് ടു ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 15 per share. അപ്പോൾ പ്രീമിയം ആണ് 15 per share, ഇഷ്യൂ പ്രൈസ് അല്ല. മേ ബി ചിലപ്പോൾ അതായിരിക്കും ആൾക്കാർക്ക് തെറ്റിയിട്ടുണ്ടാവുക. ഇഷ്യൂ പ്രൈസ് ആയിട്ട് 15 എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി ആൻസർ കറക്റ്റായിട്ട് കിട്ടാഞ്ഞേ. അപ്പോൾ 15 rupee പ്രീമിയം ആണ്, ഫേസ് വാല്യൂ 10 ഉണ്ട്, രണ്ടും കൂടെ ചേരുമ്പോൾ 25 rupee ആണ്. അപ്പോൾ 30 lakh 25 rupees ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര ഷെയർസ് വരുന്നുണ്ട്? 1,20,000 ഷെയർസ് വരുന്നുണ്ട്. ഇനി ഓപ്ഷൻ 2 10% ആണ് ഇക്വിറ്റി, അതായത് 10 lakh rupees ഇക്വിറ്റി. അഗെയിൻ ഇഷ്യൂ പ്രൈസ് സെയിം ആണ്, ഡിവൈഡഡ് ബൈ 25, 40,000 അഡീഷണൽ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനിയുള്ളത് 13% ഡിബഞ്ചേഴ്സ് പറയുന്നുണ്ട്. 13% ഡിബഞ്ചർ ആദ്യത്തെ കേസിൽ 70% ആണ്, 70 lakh ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ 50% ആണ്, ദാറ്റ് ഈസ് 50 lakh. ഇനിയുള്ളത് 7.15% പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ
ഓപ്ഷൻ 1 ഇല്ല, ഓപ്ഷൻ 2 ഒരു 40% ഉണ്ട്, അതായത് 40 ലാക്കിൻ്റെ പ്രിഫറൻസ് ഷെയർസ് വരുന്നുണ്ട്. നമുക്ക് നേരെ EPS കാൽക്കുലേറ്റ് ചെയ്യാം. EBIT സ്റ്റാർട്ട് ചെയ്യാം. EBIT പറഞ്ഞിട്ടുണ്ട് 2 കേസിലും 76 ലാക്ക് ഈച്ച് ആണ്. നേരെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് നമുക്ക് 2 കേസ് ഉണ്ട്, എക്സിസ്റ്റിങ്ങും ന്യൂ. അപ്പോൾ 2 ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. എക്സിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റൽ എത്രയുണ്ട്, 30 ലാക്കിൻ്റെ എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സ് ആണുള്ളത്, അത് 15% ആണ്. അപ്പോൾ 30 ലാക്കിന് 15% ഡിബഞ്ചേഴ്സ് ആണ് എക്സിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ഉണ്ട്. ഇനി അഡീഷണൽ ഫണ്ട് 70 ലാക്കിന് 13% ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ഓപ്ഷൻ 1 ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 70 ലാക്കിൻ്റെ 13% 9,10,000. ഇവിടെ 50 ലാക്കിന് 13%. അപ്പോൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ EBT കിട്ടും. നമ്മുടെ EBITയിൽ നിന്ന് ഈ പറയുന്ന 2 ഇൻട്രസ്റ്റുകൾ മൈനസ് ചെയ്യുക, EBT എടുക്കുക. ദെൻ അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക. ടാക്സ് എത്ര പെർസെൻറ്റേജ് ആണ്, 30% ആണ്. സോ 30% ടാക്സ് മൈനസ് ചെയ്യുക. നേരെ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. ദെൻ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ചെയ്യുന്ന പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യുക. ഓപ്ഷൻ 1 ഇല്ല, ഓപ്ഷൻ 2 40 ലാക്കിന് 7.15% ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്താൽ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. അത് 43,68,000 42,64,000. ഇതിനെ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എഗെയിൻ അവിടെ 2 സംഗതികളുണ്ട്, എക്സിസ്റ്റിങ്ങും ന്യൂ. എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നത് അവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 10 lakh ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ്. സോ 10 lakh. അഡീഷണൽ ഷെയർസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, 1,20,000 40,000. അപ്പോൾ അഡീഷണൽ ഷെയർ എന്ന് പറയുന്നത് 1,20,000 ആൻഡ് 40,000. രണ്ടും കൂടെ ചേരുമ്പോൾ ഇവിടെ 11,20,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ 10,40,000. EPS കിട്ടും. ഇവിടെ EPS 3.9 എന്നും ഇവിടെ 4.1 എന്നും കിട്ടും. നമ്മുടെ ഓപ്ഷൻ്റെ കേസിൽ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ വരുന്നത്, 3.9 ആൻഡ് 4.10. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി എന്ന് പറയുന്ന ആദ്യത്തെ ആൻസർ കിട്ടി, 3.9ഉം 4.1ഉം. അടുത്ത രണ്ടാമത്തെ കേസ്, ഇവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർ എടുത്തപ്പോൾ ഈ പുതിയ ഷെയർ 25 വരെ 15 ഇട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇത് രണ്ടുമാണ് ആൻസർ കിട്ടാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. വേറെ ഒന്നും കാണുന്നില്ല. 1-2 കുട്ടികൾ അങ്ങനെ ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടാണ് അത് എടുത്ത് പറയണേ. വേറെ മിസ്റ്റേക്സ് ഒന്നും വരാനായിട്ട് ഇവിടെ ചാൻസ് ഇല്ല. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. Second question, what would be the market price per share MBS of company if price earning ratio in plan 1 is 12 time, plan 2 is 15 time. അപ്പോൾ P റേഷ്യോ തന്നിട്ടുണ്ട്. പ്ലാൻ 1 12ഉം പ്ലാൻ 2 15ഉം. അപ്പോൾ MBS എത്ര ആണ് എന്നാണ് ചോദ്യം. EPS ഇൻറ്റു P റേഷ്യോ ആണ് MBS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് MPS 46.8ഉം 61.5ഉം കിട്ടും. ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ എ കിടപ്പുണ്ട്, 46.8 ആൻഡ് 61.50. അപ്പോൾ അതാണ് ഓപ്ഷൻ 2. അടുത്ത മൂന്നാമത്തെ കേസ് നോക്കുക. വോട്ട് വുഡ് ബി ദ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ പ്ലാൻ 1 and 2. അപ്പോൾ ഓപ്ഷൻ 1 ഓപ്ഷൻ 2ൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താ ബ്രേക്ക് ഈവൻ പോയിന്റ്? EPS 0 ആകുന്ന ലെവൽ ഓഫ് EBIT ആണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ 1ൻ്റെ കേസിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കും 450 + 9,10,000. അതായത് 13,60,000 ആണ് ഓപ്ഷൻ 1 ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ 1ൻ്റെ കേസിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 13,60,000 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 13,60,000 എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ D ആണ്. ഡെഫിനറ്റ്ലി ഓപ്ഷൻ D ആയിരിക്കും അവിടുത്തെ ആൻസർ. കാരണം ഓപ്ഷൻ 1ൻ്റെ ബ്രേക്ക് ഈവൻ 13,60,000 വരുന്ന വേറെ ഒരു കേസും അവിടെ വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫർദർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ D ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ക്ലാസ്സിൽ പലതവണ പറഞ്ഞിട്ടുള്ള കേസാണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് എടുക്കുമ്പോൾ അത് ഇൻട്രസ്റ്റ് എമൗണ്ടിന് സെയിം ആയിരിക്കും, പ്രൊവൈഡഡ് പ്രിഫറൻസ് ഷെയർ ഉണ്ടാവരുത്. പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ ആ കഥ മാറും. പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത്, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങളുടെ EBIT ഈ പറയുന്ന ഇൻട്രസ്റ്റിന് സെയിം ആയാൽ 13,60,000 സെയിം ആയാൽ
നമ്മുടെ EBITന്ന് ഇൻട്രസ്റ്റ് 13,60,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ EBT 0 ആകും. EBT 0 ആയാൽ പിന്നെ ബാക്കി മൊത്തം 0 ആവും. പക്ഷേ പ്രിഫറൻസ് ഡിവിഡൻഡ് ഉള്ള കേസിൽ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് മൈനസിലോട്ട് പോകും. അപ്പോൾ അവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് മാറും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കേസ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കൊടുത്ത് സോൾവ് ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ 1ന്റെ കേസിൽ അത് 13,60,000 ആണ്. അപ്പോൾ ഓപ്ഷൻ 1 13,60,000 ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അത് ഇൻട്രസ്റ്റ് എമൗണ്ടിന് സെയിം ആയാൽ മതി. അവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഓപ്ഷൻ 1 13,60,000 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബാക്കിയുള്ള 15,08,000 ആയിരിക്കും അവിടെ വരിക. നമുക്ക് എന്തായാലും ക്രോസ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ 2ന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കുന്നു. ഇത് ഓപ്ഷൻ 2ന്റെ ആണ്. ഓപ്ഷൻ 1 ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇൻട്രസ്റ്റ് 450 + 650 രണ്ടും കൂടെ ചേരുമ്പോൾ 11 lakh rupees ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ 11 lakh rupee മൈനസ് ചെയ്യണം. EBT എക്സ് മൈനസ് 11 lakh എന്ന് വരും. ടാക്സ് 30% ഉണ്ട്. അപ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എങ്ങനെ എടുക്കാം? 70% ഓഫ് എക്സ് മൈനസ് 11 lakh. ഓക്കെ അല്ലേ? പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യണം 2,86,000. അതുകൂടെ പോയാൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ കിട്ടും. എങ്ങനെ കിട്ടുക? 70% ഓഫ് എക്സ് മൈനസ് 11 lakh മൈനസ് 2,86,000. അപ്പോൾ അതിനെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് ഷെയർ ഇവിടെ 10,40,000 ഷെയർസ് ആണുള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10,40,000 ചെയ്യുമ്പോൾ EPS കിട്ടും. ഈ EPSനെ ഏതിലോട്ട് ഇക്വേറ്റ് ചെയ്യണം? 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ 70% ഓഫ് എക്സ് മൈനസ് 11 lakh മൈനസ് 2,86,000 ഡിവൈഡഡ് ബൈ 10,40,000 അതല്ലേ നമ്പർ ഓഫ് ഷെയർ. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10,40,000 0 മൾട്ടിപ്ലൈ ചെയ്താൽ 10,40,000 തന്നെ. സോ 70% ഓഫ് എക്സ് മൈനസ് 11 lakh മൈനസ് 2,86,000 ഈക്വൽ 0. ഈ 286നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 70% ഓഫ് എക്സ് മൈനസ് 11 lakh ഈക്വൽ 2,86,000 മൈനസ് 2,86 അപ്പുറത്തോട്ട് പോയപ്പോൾ പ്ലസ് 2,86,000. എക്സ് മൈനസ് 11 lakh ഈക്വൽ 2,86,000 ഡിവൈഡഡ് ബൈ 70%. ആ 70% ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ 4,08,000. എക്സ് ഈസ് ഈക്വൽ ടു 4,08,000 പ്ലസ് 11 lakh 15,08,571. ഇതാ കിടക്കുന്നു 15,08,571. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ചെയ്തു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓപ്ഷൻ 1ന്റെ ആൻസർ 13,60,000 ഉണ്ടായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഓപ്ഷൻ 2 15,08,000 ആയിരിക്കും. അത് ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് MCQ സോൾവ് ചെയ്യാൻ പറ്റും. MCQന്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെയാണ്. അടുത്ത 4ാമത്തെ കേസ്, വാട്ട് വുഡ് ബി ദ ഇൻഡിഫറൻസ് പോയിന്റ് ബിറ്റ്വീൻ പ്ലാൻ 1 and 2. അപ്പോൾ ഓപ്ഷൻ 1 ഓപ്ഷൻ 2ന്റെ ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്? അപ്പോൾ എന്ത് ചെയ്യണം? എക്സിലുള്ള EPSനെ ഇക്വേറ്റ് ചെയ്യണം. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ന്റെ EPS സെയിം ആകുന്ന ലെവൽ ഓഫ് EBIT ആണ് ഇൻഡിഫറൻസ് EBIT എന്ന് പറയുക. അപ്പോൾ അവിടെ ഈ ഓപ്ഷൻ 1 ഓപ്ഷൻ 2ന്റെ EPS എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു എളുപ്പ വഴിയുണ്ട്. MCQ ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങളിത് എക്സിലൊക്കെ ഇട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഈ ആൻസർ അങ്ങോട്ട് ഇട്ട് നോക്കിയിട്ട് ഓപ്ഷൻ 1 ഓപ്ഷൻ 2ന്റെ EPS സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. ഇപ്പോൾ 34,33,000 നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ തന്നെ സോൾവ് ചെയ്യുക. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്യുക, നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുക, EPS കിട്ടും. ഓപ്ഷൻ 2ൽ അതേ EBIT ഇട്ട് കൊടുക്കുക, ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻഡൂടെ മൈനസ് ചെയ്യുക, നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുക, ഈക്വൽ ആണോ നോക്കുക. സെയിം ആണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ആൻസർ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. എക്സ് സോൾവ് ചെയ്ത് ചെയ്യണം നിർബന്ധമില്ല, കാരണം MCQ ആയതുകൊണ്ട് റിവേഴ്സ് വർക്ക് ചെയ്താൽ പോരെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓപ്ഷൻ 1ന്റെ EBIT എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി ഓപ്ഷൻ 2ന്റെ EBIT ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. എത്രയാണ്? ഇതാണ് 70% ഓഫ് എക്സ് മൈനസ് 11 lakh മൈനസ് 286 ഡിവൈഡഡ് ബൈ 1040. ഇതാണ് ഇവിടുത്തെ EPS എന്ന് പറയുന്നത്. ഈ EPS 0 ആണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 2ന്റെ എക്സിലുള്ള EPS നമുക്കറിയാം. ഓപ്ഷൻ 1ന്റെ മാത്രം ചെയ്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓപ്ഷൻ 1ന്റെ കേസിൽ എത്രയാണ്? 450 + 9 10 13,60,000 എന്ന് വരും. അപ്പോൾ എക്സ് മൈനസ് 13,60,000 EBT കിട്ടും. എക്സ് മൈനസ് 13,60,000. നേരെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 70% ഓഫ് എക്സ് മൈനസ് 13,60,000 ആണ്. ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ വെച്ച് നേരെ ഡിവൈഡ് ചെയ്യാം. നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് ഇവിടെ എത്ര ഷെയർസ് ഉണ്ട്? 11,20,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 11,20,000 ഇത്രയും ചെയ്യുമ്പോൾ EPS കിട്ടും. ഇനി ഇൻഡിഫറൻറ്റ് പോയിന്റിന്റെ പ്രത്യേകത എന്താ? രണ്ട് ഓപ്ഷൻ്റെയും EPS സെയിം ആയിരിക്കും. അപ്പോൾ 70% ഓഫ് എക്സ് മൈനസ് 13,60,000 ബൈ 11,20,000 ഈക്വൽ ഓപ്ഷൻ 2ന്റെ EPS നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 70% ഓഫ് എക്സ് മൈനസ് 11 lakh മൈനസ് 2,86,000 ബൈ 10,40,000. അപ്പോൾ ഇതാണ്
EPS ഈക്വൽ ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ -2,86,000 കിടക്കുന്നതുകൊണ്ട് തന്നെ 70% കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യേണ്ടി വരും. 11,20,000 10,40,000 നമുക്ക് 11.2 10.4 എന്ന് കട്ട് ചെയ്യാം. അതിലെ 4 സീറോസ് കട്ട് ചെയ്ത് കളയാം. ആദ്യം ഈ 70% അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 70% ഓഫ് എക്സ് മൈനസ് 13,60,000 ഇൻറ്റു 70% മൈനസ് 9,52,000 divided by 11.2 equal 70% of x minus 7,70,000 minus 2,86,000 divided by 10.40. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10.4 into 70% of x. അപ്പോൾ 70% of x into 10.4. അത് 7.28x minus 9,52,000 into 10.4. 99,800 equal. ഇവിടെ 11.2 into 70% of x. 11.2 into 70%. 7.84. അപ്പോൾ ഇവിടെ ഈക്വൽ 7.84x മൈനസ് 7,70,000 പ്ലസ് 2,86,000 രണ്ടും കൂടെ മൈനസ് ആണ്. $10,56,000 എന്ന് കിട്ടും. ഇൻറ്റു 11.2. അപ്പോൾ 7.84x മൈനസ് 1,18,27,200. ഇനി എക്സ് എല്ലാം കൂടെ ഒരുമിച്ചാക്കാം. ഇവിടെ 7.84 മൈനസ് 7.28 0.56x ഈക്വൽ minus 99,800 plus 1,18,27,200. X is equal to 19,26,000 divided by 0.56. 34,40,000 എന്ന് കിട്ടും. ഈ 34,40,000 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഡിഫറൻസ് പോയിന്റ്. ആക്ച്വലി ഇത്രയും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആ 34,40,000 എടുത്ത് ഓരോ ആൻസറും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് EPS സെയിം ആകുന്ന EB8 ഏതാണെന്ന് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. റിവേഴ്സ് വർക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. MCQ എഴുതുമ്പോൾ അവിടെ സ്റ്റെപ്പിന് റിലവൻസ് ഇല്ലല്ലോ, നിങ്ങളുടെ ആൻസറിനല്ലേ റിലവൻസ് ഉള്ളൂ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ ഏണിംഗ് പെർ ഷെയർ ഇൻ പ്ലാൻ 1 and 2 അറ്റ് ദ ഇൻഡിഫറൻസ് പോയിന്റ് ആസ് കാൽക്കുലേറ്റഡ് ബൈ യു എബു. അപ്പോൾ മേളി പറഞ്ഞ ഇൻഡിഫറൻസ് പോയിന്റ് ഇട്ടാൽ എത്ര EPS കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് എഗെയിൻ അത് തന്നെയാണ് അവർ ചോദിക്കുകയും ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഈസി വേ. അപ്പോൾ ഇവിടെ 76 lakhന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 34,40,000 കൊടുക്കണം. എന്നെ സംബന്ധിച്ച് എളുപ്പമാണ്, കാരണം എക്സൽ ഷീറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും. അവിടെ വരുന്ന EPS 1.3 എന്നാണ്. അത് ഓപ്ഷൻ എ ആണ്. 1.3. നിങ്ങൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിനകത്ത് മാനുവലി വർക്കൗട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 1.3 ആണ് അവിടുത്തെ ആൻസർ വരിക. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആണ്. ഈസിലി 10 മാർക്ക് വാങ്ങിക്കാനുള്ളതുണ്ട്. നിങ്ങൾ സ്റ്റെപ്പ് എഴുതി ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ പോലും 10 മാർക്ക് ഫുള്ള് കിട്ടുന്നൊരു ഏരിയ ആണ്. ഒരു ഒറ്റ മാർക്ക് പോലും അവിടെ കളയാൻ വേണ്ടിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കേസ്, VP Limited provides the following financial information. Current ratio 1.5:1, sales 150 lakh, 80% credit sales ആണ്. Inventory turnover ratio 6 times, average collection period 2 months, GP ratio 20%, quick ratio 1:1. ഇനി ക്വസ്റ്റ്യൻ 6ഉം 7ഉം ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഇൻവെന്ററി ആൻഡ് റിസീവബിൾസ് വുഡ് ബി. ഇൻവെന്ററിയുടെയും റിസീവബിൾസിൻ്റെയും വാല്യൂ വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ എടുക്കാം? നമുക്ക് സെയിൽസ് അറിയാം 150 lakh, GP അറിയാം 20%. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് അറിയാം 150 lakh ലെസ് GP
20% ആണ്. അപ്പോൾ 150യുടെ 20% GP 30 lakh. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും 120 lakh. ഇനി ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 6 times ആണ്. എന്താ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ആവറേജ് സ്റ്റോക്ക് എന്നും പറയും, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറയും. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ പറ്റി ഹിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കാം. ഇത് 6 times എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കറിയാം 120 ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 120/6 times ആയിരിക്കും. അതായത് 20 lakh ആയിരിക്കും നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 20 lakhന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ 20 lakh and 10 lakh ഉണ്ട്, 20 lakh and 20 lakh ഉണ്ട്. അപ്പോൾ പിന്നെ റിസീവബിൾസും കൂടെ കാണണം. ഡെറ്റേഴ്സിന്റെ വാല്യൂ എങ്ങനെ എടുക്കാം? ഡെറ്റേഴ്സിന്റെ വാല്യൂ അവിടെ 80% ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 150 lakhന്റെ 80% ആണ്. 150 lakhന്റെ 80%, 120 lakh ആണ് ക്രെഡിറ്റ് സെയിൽ. കളക്ഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട് 2 months ആണ്. അപ്പോൾ ഡെറ്റേഴ്സിന്റെ വാല്യൂ എങ്ങനെ എടുക്കാം? 120 × 2/12, 2 മാസത്തേക്കുള്ള ഡെറ്റേഴ്സിന്റെ വാല്യൂ എങ്ങനെ എടുത്താൽ പോരെ? അപ്പോൾ അത് വീണ്ടും 20 lakh എന്ന് തന്നെ കിട്ടും. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരിക? ഓപ്ഷൻ എ ആണ് 20 lakh and 20 lakh. അതാണ് ഇൻവെന്ററി ആൻഡ് റിസീവബിൾസ്. അടുത്ത ചോദിച്ചേക്കുന്നത് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് കറണ്ട് ലൈബിലിറ്റി കാണാൻ കറണ്ട് റേഷ്യോ ഉണ്ട് 1.5:1. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ആയിരുന്നു. പക്ഷേ ഇവിടെ തന്നേക്കുന്നത് ക്വിക്ക് റേഷ്യോ ആണ് 1:1. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 റേഷ്യോ വന്നിട്ടുണ്ട്. ഒന്ന് കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി, അത് 1:1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കറണ്ട് അസറ്റ് 1 ആണെങ്കിൽ കറണ്ട് ലൈബിലിറ്റി 1 എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോ 1.5:1 ആണ്. 1.5:1 ആണ്, 1:1 അല്ല, 1.5:1 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. എന്താണ്? 1 കറണ്ട് അസറ്റ് ഈക്വൽ 1.5 കറണ്ട് ലൈബിലിറ്റി. ഓക്കെ അല്ലേ? ഇനി ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ക്വിക്ക് റേഷ്യോ എന്താ? കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ സ്റ്റോക്കിന്റെ വാല്യൂ നമുക്കറിയാം, അത് 20 lakh ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് 20 lakh ബൈ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് 1:1 ആണ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 1/1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് 20 lakh ഈക്വൽ കറണ്ട് ലൈബിലിറ്റി. ഇനി ഇവിടെ കറണ്ട് അസറ്റ് ഈക്വൽ 1.5 കറണ്ട് ലൈബിലിറ്റി എന്ന് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുമുണ്ട്. കറണ്ട് അസറ്റ് ഈക്വൽ 1.5 കറണ്ട് ലൈബിലിറ്റി എന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്തോട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1.5 കറണ്ട് ലൈബിലിറ്റി മൈനസ് 20 lakh ഈക്വൽ കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ 1.5 മൈനസ് 1 കറണ്ട് ലൈബിലിറ്റി 0.5 കറണ്ട് ലൈബിലിറ്റി ഈക്വൽ 20 lakh. കറണ്ട് ലൈബിലിറ്റി ഈക്വൽ 20 lakh ഡിവൈഡഡ് ബൈ 0.5, 40 lakh. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി 40 lakh എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ് 1.5 കറണ്ട് ലൈബിലിറ്റി ആണ്, അതായത് 60 lakh എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റിയുടെ വാല്യൂ എത്രയൊക്കെയാണ്? 60 lakh ആൻഡ് 40 lakh. അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ്? 60 lakh ആൻഡ് 40 lakh എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി ലാസ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. JKL Company Limited has a current assets of 1 crore and current liability of 50 lakh. Finance manager of the company decides to make a provision for contingency at a 20% of working capital. Accordingly, what would be the amount of working capital requirement for the company? ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വെറുതെ തന്ന പോലെ ഉണ്ട്. കറണ്ട് അസറ്റ് 1 crore, കറണ്ട് ലൈബിലിറ്റി 50 lakh, മൈനസ് ചെയ്യുമ്പോൾ 50 lakh. ഇനി 20% പ്രൊവിഷൻ വെക്കണം എന്ന് പറയുന്നുണ്ട്, കണ്ടിജൻസി പ്രൊവിഷൻ വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 50 lakhന്റെ 20% പ്രൊവിഷൻ എത്ര വരും? 10 lakh റുപ്പി. അപ്പോൾ 50 + 10 60 lakh എന്ന് വരും. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 60 lakh. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് വെറുതെ ആവശ്യമില്ലാതെ ഇനി ഇത്രയും സിമ്പിളായിട്ടൊക്കെ ചോദിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കുളവാക്കാതിരുന്നാൽ മതി. വേറെ ഒരു പ്രശ്നവും. 8 ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് MCQ ടഫ് ആണെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാണത് MCQ ടഫ് ആണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത്. ഓഫ് കോഴ്സ് എക്സാമിൻ്റെ ഒരു പ്രഷർ ഉണ്ടാവും ആ സമയത്ത്. നമുക്ക് അങ്ങനെ ചിലപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ തോന്നി ചിലപ്പോൾ കിട്ടാതൊക്കെ വരാം. പക്ഷേ ആക്ച്വലി നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. കഴിഞ്ഞ ആൻസറായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്രാവശ്യത്തെ കേസ് സിനാരിയോ എന്ന് പറയുന്നത്. നമുക്ക് ഫുള്ള് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡിസ്ക്രിപ്റ്റീവിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഡിസ്ക്രിപ്റ്റീവിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാഷ് ബഡ്ജറ്റിൻ്റെതാണ്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇവിടെ മന്ത്ലി സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ തന്നിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ മുതലാണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ് ഫോർ 3 months സ്റ്റാർട്ടിംഗ് ഫ്രം ജൂലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് പീരീഡ്. ഇനി GP റേഷ്യോ ഈസ് 20%. അപ്പോൾ നമ്മുടെ സെയിൽസ് തന്നിട്ടുണ്ട്, GP റേഷ്യോ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് പെയ്ഡ് ഇൻ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഏപ്രിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ മെയ്യിലായിരിക്കും പേ ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടുന്ന് കിട്ടും, സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സെയിൽ നമുക്കറിയാം, അതിൻ്റെ 20% GP ആണ്. അപ്പോൾ 20% മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പേ ചെയ്യുന്ന നെക്സ്റ്റ് മന്തിലാണ്. അപ്പോൾ ഏപ്രിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മെയ്യിലത് ജൂൺ, ജൂലൈ അങ്ങനെ. അപ്പോൾ നമ്മുടെ ജൂലൈ മുതലാണ് ബഡ്ജറ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജൂണിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും നമ്മൾ ജൂലൈ ചെയ്യുന്നുണ്ടാവുക. ജൂലൈയിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെ. അപ്പോൾ അതിൽ 3 മാസമാണ് ചോദിച്ചിരിക്കുന്നത്, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഇനി സെയിൽസ് ആർ ഇൻ ക്രെഡിറ്റ് ആൻഡ് ക്രെഡിറ്റ് പീരീഡ് ഈസ് അലൗഡ് ഫോർ 2 months. അപ്പോൾ 2 മാസമാണ് ക്രെഡിറ്റ് പീരീഡ്. അതായത് ഏപ്രിലെ ക്രെഡിറ്റ് സെയിൽസ് 100% ക്രെഡിറ്റ് സെയിലാണ്. ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലായിരിക്കും കളക്ട് ചെയ്യുക. മെയ്, ജൂൺ കഴിഞ്ഞ് ജൂലൈ. അപ്പോൾ നമ്മുടെ ജൂലൈയിൽ വരുന്ന സെയിൽസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മെയ് മാസത്തെ ആയിരിക്കും. ജൂണിലെ ജൂൺ, ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ്, ജൂലൈയിലെ ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ പെയ്ഡ് ഇൻ ദ സെയിം മന്ത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓരോ മന്തിലെയും തന്നിട്ടുണ്ട്, അതാത് മാസത്തെ എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ്, അതുപോലെ തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് എമൗണ്ടിങ് ടു 3 lakh വിൽ ബി പെയ്ഡ് ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക സെപ്റ്റംബറിൽ. ദെൻ ക്യാഷ് ബാലൻസ് ഓൺ 1st July 1.5 lakh. ഓപ്പണിംഗ് ക്യാഷ് തന്നിട്ടുണ്ട് 1.5 lakh. ഇനി പറയുന്നു, കമ്പനി ഹാസ് ടു മെയിൻറ്റെയിൻ എ മിനിമം ക്യാഷ് ഓഫ് 1 lakh. ഇഫ് ദർ ഈസ് ക്യാഷ് ബാലൻസ് ഡെഫിസിറ്റ് ഇൻ എനി മന്ത്, കമ്പനി വുഡ് ടേക്ക് എ ടെമ്പററി ലോൺ. And if cash balance exceed 2 lakh, then company would invest for short term in excess of 2 lakh. Ignore interest on short term loan and short term investment. You are required to prepare a cash budget for 3 months. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുക, സെയിൽസ് എടുക്കുക, കളക്ഷൻ എടുക്കുക. അപ്പോൾ ജൂലൈയിലേത് തൊട്ട് 2 മാസം മുമ്പാണ്. മെയ് മാസത്തെ സെയിൽ എടുത്ത് ജൂലൈയിൽ കാണിക്കുക, ഓഗസ്റ്റിൽ കാണിക്കുക, ജൂലൈയിലേത് സെപ്റ്റംബറിൽ കാണിക്കുക. വേറെ ഇൻകം ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല, ആകെ ഒരൊറ്റ ഇൻകം മാത്രമേ ഉള്ളൂ. ഇനി എക്സ്പെൻസ് എടുക്കുമ്പോൾ ഓരോ മാസത്തെയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുത്ത് അത് സബ്സിക്വന്റ് മന്തിൽ പേയ്മെന്റ് കാണിക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അതാത് മാസത്തെ തന്നിട്ടുണ്ട്, അതെടുക്കുക. ഡിവിഡൻഡ് സെപ്റ്റംബറിൽ മാത്രമേ ഉള്ളൂ, അതെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ബാലൻസ് കിട്ടും. ആ ബാലൻസ് മിനിമം 1 lakh വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ലോൺ എടുക്കുക. 2 lakh എക്സസ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ക്യാഷ് ബഡ്ജറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമായിട്ടുള്ള ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഇനി ബി എടുക്കുകയാണെങ്കിൽ, ഫോളോയിങ് ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സിം ലിമിറ്റ് ആസ് ഓൺ 31st March 2024. ലൈബിലിറ്റി അസറ്റ് തന്നിട്ടുണ്ട് 80 lakh. അഡീഷൻ ഇൻഫർമേഷൻ, ഫിക്സഡ് കോസ്റ്റ് 16 lakh, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 70%, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ 2.5, ഇൻകം ടാക്സ് റേറ്റ് 30%. ചോദിച്ചേക്കുന്നത് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് EPS, ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ ലെവറേജ്, കമ്പൈൻഡ് ലെവറേജ്. എഗെയിൻ നമ്മുടെ ക്ലാസ്സിൽ ഇതേ ഡിറ്റോ ക്വസ്റ്റ്യൻ എൻ്റെ നോട്ട്സിൽ കിടപ്പുണ്ട്. അതിൽ ഫിഗേഴ്സ് മാത്രം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ, ഫിഗേഴ്സിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് ഒഴിച്ചാൽ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ തുടങ്ങാം? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ട് 2.5. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ തുടങ്ങാം. കാരണം ടോട്ടൽ അസറ്റ് അറിയാം 80 lakh ആണ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ്സ്. അത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 2.5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ അസറ്റ്സ് നമുക്കറിയാം 80 lakh ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് സെയിൽസ് കിട്ടും എത്രയാണ്? 80 lakh ഇൻറ്റു 2.5. 80 lakh ഇൻറ്റു 2.5, 2 crore rupees സെയിൽസ് കിട്ടും. ഇനി അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും മൈനസ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് തന്നിരിക്കുന്നത് 70% ആണ്. വേരിയബിൾ കോസ്റ്റ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 70% വേരിയബിൾ കോസ്റ്റ് ആണ്. പോയിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും 2 crore minus 1.4 crore 60 lakh. ഇനി അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് അവർ പറഞ്ഞു 16 lakh ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ EBIT കിട്ടും 60 minus 16. ദെൻ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. ബാലൻസ് ഷീറ്റിനകത്ത് 12.5% ഡിവഞ്ചർ 40 lakh തന്നിട്ടുണ്ട്. അപ്പോൾ 40 lakh 12.5% ഇൻട്രസ്റ്റ്, EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യാം. ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിലുണ്ട് 30% ആണ്. സോ 39 lakh 30% ടാക്സ്. നേരെ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. പോരെ, അതിനെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് EPS കിട്ടും 20 lakh ആണ്, ഓഫ് 100 ഈച്ച് ആണ്. സോ 2 lakh ഷെയർസ് 20,000 ഷെയർസ് ഓഫ് 100 ഈച്ച് ആണ്. EPS കിട്ടും
27 lakh 30 by 20,000, 137 rupees EPS കിട്ടും, 136.5. Operating leverage, EBIT by EBT, sorry, contribution by EBIT, 60 by 44. Financial leverage, EBIT by EBT, 39 by 44 lakh divided by 39, 1.13. Combined leverage, operating into financial, 1.54. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്. ഇതൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദിച്ചേക്കുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 40 lakh, ടാക്സ് റേറ്റ് 30%, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40 lakh, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 18%, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15%, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50%. ചോദ്യം, ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി ആസ് പെർ വോൾട്ടർ മോഡൽ. അപ്പോൾ വോൾട്ടർ മോഡൽ പ്രകാരമുള്ള പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ എന്താണ് വോൾട്ടർ മോഡൽ പ്രകാരമുള്ള പ്രൈസ്? നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഡി പ്ലസ് ആർ ബൈ കെ ഇൻറ്റു ഇ മൈനസ് ഡി ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ, അല്ലേ? അപ്പോൾ ഡിവിഡൻഡ് പ്ലസ് ആർ ബൈ കെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ കെ 15% ഇൻറ്റു ഇ മൈനസ് ഡി, ഇ പി എസ് മൈനസ് ഡിവിഡൻഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 40 lakh ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യണം. പി ബി ടി തന്നിട്ടുണ്ട്. പി ബി ടി 40 lakh എന്നാണ് തന്നേക്കുന്നത്. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യാം. ടാക്സ് റേറ്റ് 30% ആണ്. അപ്പോൾ 40 lakhന്റെ 30% ടാക്സ് ആണ്. പി എ ടി കിട്ടും. 40 - 12, 28. അതിനെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇ പി എസ് കിട്ടും. നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 40 lakh ആണ്. ബ്രാക്കറ്റിൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ആവണം. കാരണം 40 lakh ആണ്, ബ്രാക്കറ്റിൽ 10 എന്നും ഉണ്ട്. അപ്പോൾ ഇ പി എസ് കിട്ടും. എത്രയാണ് കിട്ടുക? 28 lakh ഡിവൈഡഡ് ബൈ 4. ഇ പി എസ് നമുക്ക് 7 rupees കിട്ടും. ഇനി പേ ഔട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പേ ഔട്ട് 50% ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7ന്റെ 50%, 3.5 rupees ആയിരിക്കും നമ്മളുടെ ഡിവിഡൻഡ്. പോരെ? ഡി പ്ലസ് ആർ ബൈ കെ ഇൻറ്റു ഇ മൈനസ് ഡി ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ, ഡിവിഡൻഡ് 3.50 പ്ലസ് ആർ ബൈ കെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 18% ആണ്, 0.18 ഡിവൈഡഡ് ബൈ കെ 15%, 0.15 ഇൻറ്റു ഇ മൈനസ് ഡി, ഇ 7 - 3.5 ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ 15% അല്ലെങ്കിൽ 0.15. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടർ മോഡൽ പ്രകാരമുള്ള വാല്യൂ ഷെയർ കിട്ടും. 2, ഡിറ്റർമിൻ ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ബൈ അപ്ലൈയിങ് വോൾട്ടേഴ്സ് മോഡൽ അസ്യൂമിങ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് കമ്പനീസ് 48. അടുത്ത ചോദിച്ചേക്കുന്ന പ്രൈസ് 48 എത്തണമെങ്കിൽ പേ ഔട്ട് റേഷ്യോ എത്ര ആവണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേ ആൻസറിനകത്ത് ഡിവിഡൻഡിന്റെ സ്ഥാനത്ത് എക്സ് കൊടുക്കുക, അതിനെ 48 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഡിവിഡൻഡ് എക്സ് ആണ്. പ്ലസ് ആർ ബൈ കെ 0.18 by 0.15 ഇൻറ്റു ഇ മൈനസ് ഡി 7 - x ദ ഹോൾ ഡിവൈഡഡ് ബൈ 15% ഈക്വൽ 48. എക്സിന്റെ വാല്യൂ എത്ര എന്ന് വർക്കൗട്ട് ചെയ്യുക. ആ എക്സ് ഡിവിഡൻഡ് എമൗണ്ട് ആണ്, പക്ഷേ ചോദ്യം ഡിവിഡൻഡ് എമൗണ്ട് അല്ല, പേ ഔട്ട് എത്ര എന്നാണ്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡിന്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇ പി എസിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. അതായിരിക്കും നമ്മളുടെ പേ ഔട്ട് റേഷ്യോ. ഈസി അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനായി എ, ബി ആൻഡ് സി ഫുൾ മാർക്ക് വാങ്ങിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ആ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ 2A വന്നാൽ ഫോളോയിങ് ഇൻഫർമേഷൻ പെർട്ടെയിൻസ് ടു CNC ലിമിറ്റഡ്. ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ബുക്ക് വാല്യൂ, ഇക്വിറ്റി ഷെയർ കൺവേർട്ടബിൾ ഡിബഞ്ചർ തന്നിട്ടുണ്ട്. ബാങ്ക് ലോൺ ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചർ, face value of equity share, face value of convertible debenture, beta, risk-free rate, equity risk premium, rate of taxation. Company expects that the share price will rise in future at an average rate of 6% per annum. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട് 55 rupees ആണ്. ഈ 55 രൂപയുടെ പ്രൈസ് ആവറേജ് 6% per annum വെച്ച് റൈസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇനി 10% convertible debenture of 100 each will be converted in 6 years time into equity shares of the company in the ratio 1:4. That is 4 equity share for each debenture. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർസ് ഡിബഞ്ചേഴ്സ് കൺവേർട്ടബിൾ ആണ്. 6 വർഷത്തിന് ശേഷമാണ് കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ഡിബഞ്ചറിനെയും 4 ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എത്ര? ഇന്ന് 55 അത് 6 വർഷം കഴിയുമ്പോൾ 6% വെച്ച് പ്രൈസ് കൂടി ഏതോ ഒരു പ്രൈസിലെത്തും. അങ്ങനെയുള്ള 4 ഇക്വിറ്റി ഷെയർ ആണ് ഒരു ഡിബഞ്ചറിന് പകരമായിട്ട് നമുക്ക് കിട്ടുക.
ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ടേം ലോൺ ഈസ് അറ്റ് പാർ. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ബൈ അപ്ലൈങ് CAPM, കോസ്റ്റ് ഓഫ് കൺവേർട്ടബിൾ ഡിബഞ്ചർ, കോസ്റ്റ് ഓഫ് ബാങ്ക് ലോൺ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. അഗെയിൻ അനദർ ഈസി ക്വസ്റ്റ്യൻ. നോക്കിയാൽ CAPM മോഡലിൽ KE കാണണം. എങ്ങനെ CAPMൽ KE കാണുക? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RF റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് റിസ്ക് ഫ്രീ റേറ്റ് 4.5, അപ്പോൾ 4.5 പ്ലസ് ബീറ്റ ഇൻറ്റു 1.5 ഇൻറ്റു RM മൈനസ് RF. അത് ഇക്വിറ്റി റിസ്ക് പ്രീമിയം നേരിട്ട് തന്നിട്ടുണ്ട് 9% ആണ്, അപ്പോൾ ഇൻറ്റു 9. ഈസിയാണ് KE കാണാനായിട്ട്. 4.5 പ്ലസ് 1.5 ഇൻറ്റു 9 ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും. അടുത്ത കൺവേർട്ടബിൾ ഡിബഞ്ചറിൻ്റെ കേസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ KD ഈക്വൽ I ഇൻറ്റു 1 മൈനസ് T പ്ലസ് RB മൈനസ് NB ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ ആവറേജ്. അപ്പോൾ അവിടെ I ഇൻറ്റു 1 മൈനസ് T കൺവേർട്ടബിൾ ഡിബഞ്ചർ 10% കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ്. അപ്പോൾ 10 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 30%, 1 മൈനസ് ടാക്സ് 70%, പ്ലസ് RV റിഡംഷൻ വാല്യൂ കാണണം. എങ്ങനെ കാണാം? 55 രൂപയാണ് ഇന്നത്തെ ഷെയറിൻ്റെ പ്രൈസ്. അത് ഓരോ വർഷവും 6% വെച്ച് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. 55 ഇൻറ്റു 1.06 റേസ് ടു 6. കാരണം 55 രൂപ 6% വെച്ച് 6 വർഷത്തേക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ 6 വർഷം കഴിയുമ്പോഴുള്ള നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്ര എന്ന് കിട്ടും? 78.02 എന്ന് കിട്ടും. ഇത് ഒരു ഇക്വിറ്റി ഷെയറിൻ്റെയാണ്. അങ്ങനെ എത്ര ഇക്വിറ്റി ഷെയർ ആണ് കിട്ടുക? 4 ഇക്വിറ്റി ഷെയർ ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് 78.02 ഇൻറ്റു 4 ആയിരിക്കും. അതായത് 312.07 ആയിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ റിഡംഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് മാത്രം. അപ്പോൾ RV മൈനസ് NB, RV 312.07 മൈനസ് NB, ഇപ്പം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട് 108 ആണ്. അപ്പോൾ മൈനസ് 108. ഇനി അവിടെ എങ്ങനെയാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ബുക്ക് വാല്യൂ 1 crore rupees കിടപ്പുണ്ട്. ഇനി മാർക്കറ്റ് പ്രൈസ് ഓഫ് 10% കൺവേർട്ടബിൾ ഡിബഞ്ചർ 108 എന്നാണ് കൊടുത്തേക്കുന്നത്. ദെൻ അതിൻ്റെ ബുക്ക് വാല്യൂ 1 crore rupees ആണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതതിൻ്റെ പാർ വാല്യൂ ആണ്. ഇഷ്യൂ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് എന്നവർ പറഞ്ഞിട്ടില്ല. നമുക്ക് മാർക്കറ്റ് വാല്യൂ തന്നെ എടുക്കാം, 108 എടുക്കാം. അപ്പോൾ RV മൈനസ് NB എന്ന് പറയുന്നത് ഈ പറയുന്ന വാല്യൂ മൈനസ് NB നെറ്റ് പ്രൊസീഡ്സ് എടുക്കാം, ഡിവൈഡഡ് ബൈ N 6 years, ദ ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NB ബൈ 2. RV ഈ പറഞ്ഞ 312.07 പ്ലസ് NB 108 ഡിവൈഡഡ് ബൈ 2. അത് ചെയ്താൽ KD കിട്ടും. ഇനി ടേം ലോൺ 12% ബാങ്ക് ലോൺ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 12% ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്താൽ നമ്മുടെ ബാങ്ക് ലോണിൻ്റെ കോസ്റ്റ് കിട്ടും. ഫൈനലി ഇതെല്ലാം മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ബി പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് 61 days, വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർഷൻ 20, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറേജ് 30, ഡെറ്റ് കളക്ഷൻ 45, ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് 60. The annual operating cost including depreciation 4,80,000 was 60 lakh, assuming 360 days in a year. You are required to calculate operating cycle. അപ്പോൾ എന്താ ഓപ്പറേറ്റിംഗ് സൈക്കിൾ? നമ്മുടെ റോ മെറ്റീരിയൽ സ്റ്റോറേജ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റോറേജ് പ്ലസ് ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറേജ് പ്ലസ് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് മൈനസ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ്. അപ്പോൾ 61 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 45 മൈനസ് 60. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. എത്ര എന്ന് കിട്ടും? അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 60 പ്ലസ് 61 പ്ലസ് 20 പ്ലസ് 30 പ്ലസ് 45 മൈനസ് 60. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ 96 days ആണ്. ചോദ്യം ഒന്ന് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് 96 days. രണ്ട് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ എ ഇയർ. ഒരു വർഷം അങ്ങനെ എത്ര സൈക്കിൾസ് ഉണ്ട്? 360/96. ഒരു വർഷത്തിൽ 3.75 സൈക്കിൾസ് ഉണ്ട്. അടുത്തത് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ കമ്പനി. നമ്മുടെ എമൗണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട് 60 lakh, അതിൽ ഡിപ്രീസിയേഷൻ 4,80,000 ഉണ്ട്. അപ്പോൾ 60 lakh മൈനസ് 4,80,000 ഇതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കുള്ള കോസ്റ്റാണ്, 360 ഡേയ്സിലേക്കുള്ള കോസ്റ്റാണ്. നമ്മുടെ സൈക്കിൾ 96 days ആണ്. അപ്പോൾ 96 daysന് എത്ര? അതായിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. 55,20/360 ഇൻറ്റു 96, 14,72,000 rupees ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോരെ? ഇതിൽ പരം എന്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേണ്ടേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ 3A നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. SRT Limited manufactures steel rods and is now considering purchase of a new aluminium smelting and molding plant. This plant will have a cost of 20 lakh to purchase and install. It has a useful life of 5 years with residual value 1. The production and sales from the new plant are expected to be 1 lakh units per year. അപ്പോൾ ഇവിടുത്തെ കേസിൽ
നമുക്കൊരു പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ്? ഇനീഷ്യൽ, ഇൻ്ററിം, ടെർമിനൽ. 3 ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ 20 lakh കഴിഞ്ഞു, വേറെ വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഇനിയുള്ളത് ഇൻ്ററിം ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ ഇൻ്ററിം ക്യാഷ് ഫ്ലോ എങ്ങനെ എടുക്കാം? അവിടെ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട് 1 lakh യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 150 ആണ്, ഡയറക്റ്റ് കോസ്റ്റ് 100 ആണ്. അപ്പോൾ നമുക്ക് 1 lakh ഇൻറ്റു 150 മൈനസ് 100, അപ്പോൾ 50 റുപ്പിയാണ് നെറ്റ് കിട്ടുന്നത്. സെല്ലിംഗ് പ്രൈസും കോസ്റ്റും കൂടെ മൈനസ് ചെയ്താൽ 50 ആണ് കിട്ടുക. അപ്പോൾ 1 lakh ഇൻറ്റു 50 lakh റുപ്പീസ് ആണ് നമ്മുടെ നെറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ 8 lakh. Marketing and promotion cost not included in above will be 1 lakh and 1,60,000 for year 1 and 2 respectively. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. Additionally, investment in debtors and stock will increase in year 1 by rupee 1,50,000 and 2 lakh respectively. Creditors will also increase by 1 lakh in year 1. Thus, debtors, stock and creditors will be recouped at the end of 5th year. അപ്പോൾ 5 വർഷമാണ് നമുക്ക് ലൈഫ് പറഞ്ഞേക്കുന്നത്. അവിടെ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയുള്ള ഹിൻ്റാണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റിനകത്ത് ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പാർട്ടായിരിക്കും കുട്ടികൾക്ക്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെറ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് വിൽ ഇൻക്രീസ് ഇൻ ഇയർ 1 by 1,50,000. നമ്മുടെ സ്റ്റോക്കിലും ഡെറ്റേഴ്സിലുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് ഇയറിൽ 1,50,000 ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് ആ വർഷത്തിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എത്ര വേണം? 1,50,000 വേണം. ആൻഡ് 2 lakh റെസ്പെക്റ്റീവ്ലി സെക്കൻഡ് ഇയറിൽ 2 lakh വേണം. അപ്പോൾ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെയും സ്റ്റോക്കിൻ്റെയും വാല്യൂ ഫസ്റ്റ് ഇയറിൽ 1,50,000 ഇൻക്രീസ് ചെയ്യും, സെക്കൻഡ് ഇയറിൽ 2 lakh റുപ്പി ഇൻക്രീസ് ചെയ്യും. അഡീഷണലി ക്രെഡിറ്റേഴ്സ് വിൽ ഓൾസോ ഇൻക്രീസ് ബൈ 1 lakh ഇൻ ഇയർ 1. അപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 1 lakh കൂടുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വരിക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 1,50,000 റുപ്പിയുടെ കറണ്ട് അസറ്റും കൂടും, 1 lakh റുപ്പിയുടെ ക്രെഡിറ്റേഴ്സും കൂടും. അപ്പോൾ 1,50,000 മൈനസ് 1,50,000 റുപ്പീസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ ഫസ്റ്റ് ഇയറിൽ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇയർ 1 വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? 50,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇയർ 2 അത് 2 lakh ആണ്. അവിടെ കറണ്ട് ലൈബിലിറ്റി കൂടുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇയർ 2 വർക്കിംഗ് ക്യാപിറ്റൽ 2 lakh റുപ്പീസ് ആയിട്ടും കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 50,000ഉം സെക്കൻഡ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 2 lakh റുപ്പീസും കൺസിഡർ ചെയ്യണം. അത് നമ്മൾ ഇനിഷ്യലിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം, അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇൻ്റർമിൻ്റെ കേസിൽ വളരെ ക്ലിയർ ആണ്. നമുക്ക് 1 lakh യൂണിറ്റ്സ് ആണ്, 150 മൈനസ് 100 50 റുപ്പിയാണ് നെറ്റ് കിട്ടുക. പിന്നെ ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ 8 lakh തന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ് പ്രൊമോഷൻ എക്സ്പെൻസ് 1 lakh 1,60,000 സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാത്രം. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 18%, ടാക്സ് റേറ്റ് 30% ആൻഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് പ്രോഫിറ്റ്സ് ആർ മെയ്ഡ്. വളരെ ക്ലിയർ ആണ്. ടാക്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഏതെങ്കിലും വർഷം ലോസ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ വർഷത്തെ 5 വർഷത്തെ ഇൻ്ററിം എടുക്കുക, അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ടാക്സ് 0 ആയിരിക്കും. ദെൻ അതിൽ നിന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കുക, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഫിക്സഡ് കോസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ 20 lakhന് 5 ഇയേഴ്സിലേക്ക്, അത് റെസിഡ്യൂൽ വാല്യൂ 1 lakh ഉണ്ട്. അപ്പോൾ 20 മൈനസ് 1 lakh 19 lakh ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും നമ്മുടെ ഡിപ്രീസിയേഷൻ വരിക. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക, ക്യാഷ് ഫ്ലോ എടുക്കുക, പ്രസന്റ് വാല്യൂ കൊണ്ടുവരിക. ടെർമിനൽ ആകെ 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ആ 1 ലക്ഷത്തിൻ്റെ പ്രസന്റ് വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മുടെ NBV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്ലോ ബൈ ഔട്ട്ഫ്ലോ, പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ബൈ ഔട്ട്ഫ്ലോ വെച്ചിട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ക്വൈറ്റ് ഈസി എന്ന് പറയുന്നില്ല. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒഴിച്ചാൽ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Equity share capital of Skypack as on 31st March 2024 was 2 lakh. Relevant ratios of company are as follows. Current debt to total debt 0.35, total debt to owner's equity 0.65, fixed asset to owner's equity 0.55, total asset turnover ratio 2.5, inventory turnover ratio 10 times. നമ്മൾ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ നോട്ട്സിലുള്ള അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം. ഇക്വിറ്റി ക്യാപിറ്റൽ 2 lakh ഉണ്ട്. അപ്പോൾ അവിടെ ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 2 റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ഡെറ്റ് ടു ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഫിക്സഡ് അസറ്റ് ടു ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ടോട്ടൽ ഡെറ്റ് ടു ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡെറ്റ് ബൈ ഇക്വിറ്റി 2 lakh 0.65 ആണ്. അതിൽ നിന്ന് ടോട്ടൽ ഡെറ്റ് കിട്ടും. ഇനി ടോട്ടൽ ഡെറ്റും ഇക്വിറ്റിയും കൂടെ ചേർന്നാൽ ടോട്ടൽ ലൈബിലിറ്റി ആയി. വേറെ ലൈബിലിറ്റി, വേറെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്തെങ്കിലും ഉള്ളതായിട്ട്, വേറെ ക്യാപിറ്റൽ എന്തെങ്കിലും ഉള്ളതായിട്ട് അവർ പറയുന്നില്ല. അപ്പോൾ ടോട്ടൽ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ലൈബിലിറ്റി കിട്ടും. ടോട്ടൽ ലൈബിലിറ്റി കിട്ടിയാൽ അത് തന്നെയാണ് ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് കിട്ടിയാൽ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടേൺ ഓവർ കിട്ടും. അതിൽ നിന്ന് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് ഇൻവെന്ററിയുടെ വാല്യൂ കിട്ടും. പിന്നെ ഫിക്സഡ് അസറ്റ് ഓണേഴ്സ് ഇക്വിറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0.55 ആണ്. അപ്പോൾ ഇക്വിറ്റി 2 lakh ആണെങ്കിൽ അതിൻ്റെ 55% ആണ് ഫിക്സഡ് അസറ്റ്. നാച്ചുറലി ബാക്കി 45% എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് അസറ്റ് ആയിരിക്കും. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും കിട്ടും. പിന്നെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇപ്പോൾ തന്നിട്ടുണ്ട്.
ഇനി കറണ്ട് ഡെറ്റ് ടു ടോട്ടൽ ഡെറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡെറ്റിൻ്റെ 35% കറണ്ട് ഡെറ്റാണ്, ബാക്കിയുള്ളത് ലോങ് ടേം ഡെറ്റാണ്. ആവശ്യത്തിന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സംഗതികളും ആയി നമുക്ക് ഈസിലി ബാക്കി സംഗതികൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഭയങ്കര അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പ്രാക്ടീസ് മാനുവലിലൊക്കെ ഉണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് നമ്മുടെ തിയറി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും പ്രോബ്ലം ക്വസ്റ്റ്യൻ അറിയാവുന്ന സ്ഥിതിക്ക് തിയറി സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ്പ്ലെയിൻ എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ലിങ്ക്ഡ് ബോണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ഗോൾ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പിന്നെ എനി അഡ്വാൻറ്റേജ് ഓഫ് വിർച്വൽ ബാങ്കിങ്, എക്സ്ക്ലൂഷൻ ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിലാകെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി പറയാൻ പറ്റുന്നത് ആ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 50 നിങ്ങൾക്ക് മിനിമം ഒരു 40-45 മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ മാർക്ക് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല എക്സാം ആയതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സെഷൻ മൈൻഡപ്പ് ചെയ്യാം. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.